ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിഷ് തയ്യാറാക്കാം. ഞാനിന്ന് ചിക്കൻ പെരട്ട് മസാലയാണ് തയ്യാറാക്കുന്നത്. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഇതുണ്ടാക്കാൻ ഞാനിവിടെ തക്കാളി, ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും അതിലോട്ട് ഇഞ്ചിയും പിന്നെ ഞാൻ ഒരു ചെറിയ സ്പൂൺ നിറയെ പെരുംജീരകമാണ് ഇടുന്നത്. ഈ പെരുംജീരകത്തിൻ്റെ അതേ സ്പൂണിൽ തന്നെ ആ അളവിൽ തന്നെയാണ് ഞാനിവിടെ കുരുമുളക് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച കുരുമുളകാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതേ സ്പൂണിൻ്റെ പകുതി അളവിൽ ഞാൻ ചെറിയ ജീരകവും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലോട്ട് 2 വറ്റൽമുളക് ഇടാം. ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണ് മല്ലി ഇടുന്നുണ്ട്. ഞാൻ മല്ലി പൊടിയായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് മല്ലിയായിട്ട് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഞാൻ എല്ലാം കൂടി നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്തു. ഏകദേശം ഈ രീതിയിൽ ക്രഷ് ചെയ്താൽ മതി, ഓവർ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട. തക്കാളി ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് ചെറിയ രീതിയിൽ ചെരിച്ച് കട്ട് ചെയ്തു. ഞാനിതിൽ ചെറിയുള്ളി അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടിടാൻ ചിക്കൻ എടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടെ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ ഓയിലാണുള്ളത്, സാധാ സൺഫ്ലവർ ഓയിലുള്ളെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എനിക്ക് തേങ്ങാക്കൊത്ത് പൊതുവെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അധിക ഡിഷിലും തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്. കേരള ഡിഷസ് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ഇടാം. ഞാനിവിടെ ചെറിയുള്ളി വളരെ കുറച്ചാണ് എടുത്തത്. ചെറിയുള്ളി എത്ര കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ചെറിയുള്ളി മാത്രം വെച്ചിട്ടും ഈ ഡിഷ് ഉണ്ടാക്കാം. അങ്ങനെയെങ്കിൽ വലിയുള്ളി ഇടാതെ ചെറിയുള്ളി കുറച്ചുകൂടെ ഇട്ട് നന്നായിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇപ്പം ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട് ചെറിയുള്ളിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ടൈം ഞാൻ ഇതിലോട്ടേക്ക് പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ വഴറ്റി ശേഷം ഞാൻ അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇടുന്നത്. ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളി കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് ഉപ്പിടുന്നത്. ഉപ്പിടുമ്പം ഉള്ളി പെട്ടെന്ന് കുക്കാവുന്നതാണ്. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴാണ് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ഈ ഡിഷ് നമുക്ക് ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ ഡിഷിൻ്റെ കൂടെയും അങ്ങനത്തെ ഫുഡിൻ്റെ കൂടെയും പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചാണ്. നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെ ഇത് കഴിക്കാം. നമുക്ക് കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പയുടെ കൂടെയും ഇത് നല്ല രീതിയിൽ നല്ല മാച്ചാണ്. പിന്നെ നമുക്ക് വെറുതെ പോലും ഇത് കഴിക്കാൻ തോന്നും, അത്രക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ റോൾ ചെയ്ത് അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെയൊക്കെ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാനും മറക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് ഇത് വഴന്ന് വരണം. നന്നായിട്ട് വഴന്ന് വരുമ്പം ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സില്ലേ അത് ഞാൻ ഇപ്പോഴാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ ഒരു പച്ച ചവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ടേക്ക് ഇടാം. തക്കാളി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഉപ്പ് ഇടാവുന്നതാണ്. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
തക്കാളിയൊക്കെ നന്നായിട്ട് വയന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും അതേപോലെ തന്നെ ആ സ്പൂണിൽ നിറയെ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടുമ്പം ആദ്യമേ എരിവ് ചെക്ക് ചെയ്യണം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കാരണം നമ്മൾ ഓൾറെഡി വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എരിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കുരുമുളകും ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ പൊടി ചേർക്കാം. ഞാൻ ഓൾറെഡി പൊടിച്ചുകൊണ്ടാണ് മല്ലിപ്പൊടിയും കുരുമുളകും ഒന്നും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാത്തത്. ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കന് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പം ഫയർ ഞാനിവിടെ കുറച്ച് വെച്ചത് കാരണം എൻ്റെ ഈ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതുകൊണ്ട് ഞാനിപ്പം തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ച മല്ലിയില കുറച്ചിടുന്നുണ്ട്. ഞാനിത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഫയർ ഞാൻ കുറച്ചിട്ട് തന്നെയാണ് വെച്ചത്. നിങ്ങൾ ഫയർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ ഇതിലോട്ടേക്കൊരു സീക്രട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സോയാ സോസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഒത്തിരിയൊന്നും ഒഴിക്കുന്നില്ല. ഒരു ചെറിയ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. സോയാ സോസ് വളരെ കുറച്ച് മതി, അതാണ് നല്ലത്. ഒത്തിരി ആകുമ്പം ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സോയാ സോസ് ഒഴിക്കുന്നത്. ഞാനിവിടെ ഡാർക്ക് സോയ ആണ് എടുത്തത്. ലൈറ്റ് സോയ ആണെങ്കിൽ ഒരു 2 സ്പൂൺ ഒഴിക്കാം നിങ്ങൾക്ക്. ഇനി ഞാൻ ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത ചിക്കൻ ഞാൻ ഇനി മൂടി വെച്ചാണ് കുറച്ച് സമയം കുക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ലോ ഫയറിൽ ഒരു 3 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട് അടച്ച് വെച്ച്. ഇപ്പം ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിനി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒത്തിരി വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂണിൻ്റെ 3 സ്പൂൺ വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കുറച്ച് നല്ല ഗ്രേവി പോലെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 5-6 സ്പൂൺ വെള്ളം ഒഴിക്കാം. അപ്പോഴേക്കും ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഞാൻ അടച്ചൊന്നും വെക്കുന്നില്ല. ചെറിയ ഫയറിൽ തന്നെയാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫയർ കൂടുമ്പം കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഫയർ കുറച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഡിഷ് ചിക്കന് പകരം ബീഫ്, മട്ടൺ, ഫിഷ് വെച്ചിട്ടും ചെയ്യാം. ഫിഷ് ഉപയോഗിക്കുമ്പോൾ ഫിഷ് ഒന്ന് ചെറിയ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഉപയോഗിക്കാം. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പൊട്ടിപ്പോവാണ്ട് കിട്ടാം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാം. സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ചിക്കന് പകരം സോയാ ചങ്ക്സ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഏകദേശം സിമിലർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴേക്കും ചിക്കൻ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. ഇതിപ്പം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ്സെല്ലാം കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റിൽ പറയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനാബിൾ ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ബൈ.